അവളെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ എനിക്ക് തോന്നി. വളരെ പരിചയമുള്ള ഒരാളെ പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അവളോടൊന്നും പറയാതെ ഞാൻ എന്റെ ബാഗ് എടുത്ത് എയർപോർട്ടിന് പുറത്തേക്ക് വന്നു. അപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും അവളുമായി തർക്കിക്കുന്നത് ഞാൻ കണ്ടു. അവർ റിലേറ്റീവ്സ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ആ രണ്ടുപേരും അവളോട് മോശമായി സംസാരിക്കുകയാണെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ദേഷ്യം വന്നു. പക്ഷെ അവരുടെ കുടുംബകാര്യത്തിൽ ഞാൻ എന്തിനാണ് ഇടപെടുന്നതെന്ന് എനിക്ക് തന്നെ തോന്നി. ഞാൻ മിണ്ടാതിരുന്നു. പക്ഷെ പറയാൻ പാടില്ലാത്ത വാക്കുകൾ കൊണ്ട് അയാൾ അവളെ അപമാനിക്കുകയായിരുന്നു. വിവാഹത്തിന് മുമ്പ് അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ആ പെൺകുട്ടി എന്തോ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അയാൾ അവളെ നാണം കെട്ടവളെന്ന് വിളിച്ചു. അവൾ ഒന്നും മിണ്ടാതിരുന്നത് കണ്ട് അയാൾ അവളെ അടിക്കാനായി മുന്നോട്ട് വന്നു. ഇത് കണ്ടതും അവളുടെ മകൻ അയാളുടെ കയ്യിൽ കടിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ അയാൾ ഹൗ ഡെയർ യു, എന്റെ കുട്ടിയോടും ഭാര്യയോടും തോന്നിവാസം കാണിക്കുന്നോടാ എന്നും പറഞ്ഞ് ഞാൻ അവന്റെ മുഖത്തടിച്ചു. എന്റെ അടിയിൽ അവൻ വീണുപോയി. അവന്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു. പിന്നീട് ആ കുട്ടിയും അവളെയും കൂട്ടി ഞാൻ പുറത്തേക്കിറങ്ങി. പക്ഷെ ആ സമയത്ത് ഞാൻ എന്തിനാണ് അങ്ങനെ പെരുമാറിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവളെ എന്റെ ഭാര്യയെന്നും ആ കുട്ടി എന്റെ മകനെന്നും വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവളെയും മകനെയും കണ്ടപ്പോൾ ഞങ്ങൾക്കിടയിൽ എന്തോ ഒരുതരം അടുപ്പമുള്ളതുപോലെ എനിക്ക് തോന്നി. താങ്ക് യു സോ മച്ച്. എന്റെ പേര് നീലിമ. നിങ്ങൾ ചെയ്തു തന്ന ഹെൽപ്പ് ഞാൻ ഒരിക്കലും മറക്കില്ല. ഹേയ്, ദാറ്റ്സ് ഓക്കെ. അല്ല, ആരാ അവൻ? എന്തിനാ തന്നോട് വഴക്കിടുന്നുണ്ടായിരുന്നത്? അതൊരു വലിയ കഥയാ, പക്ഷെ ഇപ്പൊ പറയാൻ സമയമില്ല. എനിവേ, താങ്ക്സ് അഗൈൻ. ആ ബസ്സിലെടുത്ത് കാർ നിർത്തിയാൽ മതി, ഞങ്ങൾ അവിടെ ഇറങ്ങിക്കോളാം. അവൾ അങ്ങനെ പറഞ്ഞതും അവളെ കൂടുതൽ ശല്യപ്പെടുത്താൻ പിന്നെ ഞാൻ ആഗ്രഹിച്ചില്ല. അതിനാൽ ഞാൻ അവളെ ആ ബസ് സ്റ്റോപ്പിൽ ഇറക്കി നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയിട്ടും നീലിമയെയും അവളുടെ മകൻ അച്ചുവിനെയും കുറിച്ചുള്ള ചിന്തകൾ എന്റെ മനസ്സിനെ അലട്ടാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നപ്പോൾ ഞാൻ ഒരു ഞെട്ടലോടെ കണ്ണു തുറന്നു. നീലിമയുടെ കയ്യിൽ ഒരു മറുക് കണ്ടിരുന്നതായി അപ്പോഴാണ് എനിക്ക് ഓർമ്മയിലേക്ക് വന്നത്. 5 വർഷം മുമ്പ് ഹോട്ടൽ മുറിയിൽ വെച്ച് ഞാൻ കിടക്ക പങ്കിട്ട ആ പെൺകുട്ടിയുടെ കയ്യിലും സമാനമായ ഒരു മറുകുണ്ടായിരുന്നു. ഞാൻ ഞെട്ടലോടെ ചിന്തിച്ചു. ഞാൻ ഉടനെ കാർ എടുത്ത് നീലിമയെ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്തേക്ക് പോയി. പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ മുഴുവൻ തിരഞ്ഞു. അവളെ എവിടെയും കണ്ടില്ല. എനിക്ക് വല്ലാത്ത നിരാശ തോന്നി. ഇത്ര അടുത്ത് കണ്ടിട്ടും അവൾ ആരാണെന്ന് എനിക്ക് ചോദിക്കാൻ തോന്നാഞ്ഞത് എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഡാഡി എന്നുള്ളൊരു കുട്ടിയുടെ കരച്ചിൽ ഞാൻ ദൂരത്തു നിന്ന് കേട്ടത്. ഞാൻ തിരിഞ്ഞു നോക്കിയത് ആരോ അച്ചുവിനെ ഒരു കാറിലേക്ക് ബലമായി എടുത്തിടുന്നതാണ് കാണുന്നത്. അച്ചു ഭയന്ന് നിലവിളിക്കുകയായിരുന്നു. അവരെ രക്ഷിക്കാനായി ഞാൻ ആ കാറിന് പുറകെ ഓടിയെങ്കിലും അവരെ തടയാൻ എനിക്കായില്ല. ഞാൻ എൻ്റെ കാറിൽ അവരെ ചേസ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു ദൂരം മാത്രമേ അച്ചുവിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയവരുടെ കാർ എനിക്ക് പിന്തുടരാനായുള്ളൂ. അപ്പോഴേക്കും അവർ ഏതൊക്കെ ഊടുവഴികളിലൂടെ രക്ഷപ്പെട്ടിരുന്നു. എനിക്ക് എന്തെന്നില്ലാത്ത പേടി തോന്നി. എങ്കിലും കാറിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിരുന്നതിനാൽ ഉടനെ ഞാൻ ഹയർ ചെയ്ത ഡിറ്റക്റ്റീവിനെ വിളിച്ചു. ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ നിങ്ങൾക്കൊരു കാറിന്റെ നമ്പർ അയച്ചിട്ടുണ്ട്. ആ കാർ ട്രാക്ക് ചെയ്യണം. എമർജൻസിയാണ്. സോ പ്ലീസ്. ഷുവർ സർ, ഗിവ് മീ സം ടൈം. അയാൾ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ തോന്നിത്തുടങ്ങി. അച്ചുവിനെ ആരായിരിക്കും തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്? എയർപോർട്ടിൽ കണ്ട അവളുടെ കസിൻ തന്നെ ആയിരിക്കും. പക്ഷെ അവന്റെ അമ്മ നീലിമ എവിടെയാണ്? ഇനി അവളെ അവർ എന്തെങ്കിലും ചെയ്തു കാണുമോ? ഞാൻ ടെൻഷൻ കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഡിറ്റക്റ്റീവിന്റെ കോൾ വന്നു. സർ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. പാനിക് ആവരുത്. ആ കാർ അത് വേറെ ആരുടെയും അല്ല. കൊച്ചി ഉറപ്പിക്കുന്ന മാഫിയ ഡോൺ ഗൗതംബായുടെയാണ്. എന്താണ് അയാളുടെ ഉദ്ദേശം എന്നറിയില്ല. ഇക്കാര്യത്തിൽ സാർ ഇൻവോൾവഡ് ആവാതിരിക്കുന്നതാണ് നല്ലത്. ഗൗതംബായ് എന്ന് കേട്ടതും ഞാനൊന്ന് നടുങ്ങി. അത് പുറത്തു കാട്ടാതെ ഞാൻ സംസാരിച്ചു. താൻ എന്തായി പറയുന്നത്? ഇത്തിരി പോന്ന ചെക്കനെ കിഡ്നാപ്പ് ചെയ്തിട്ട് ഇത്രയും വലിയ ആ മാഫിയ ഡോണിന് എന്ത് കിട്ടാനാ? നാണമില്ലേ അയാൾക്ക്? അതെനിക്കറിയില്ല സാർ. ഞാൻ പറഞ്ഞത് 100% സത്യമാണ്. ആ പയ്യനെ കിഡ്നാപ്പ് ചെയ്തിട്ട് അയാൾക്ക് ആരെയെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്യാനായിരിക്കും. ഐ ഡോണ്ട് നോ. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ അന്വേഷിക്കുന്ന ആ പെണ്ണ്, അവളെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കുന്ന എന്തിനാ? അവളെ ഞാൻ കണ്ടുപിടിച്ചു. അവളിപ്പോ എന്റെ കൂടെയുണ്ട്. എന്ത് സാർ എന്തായി പറയുന്നത്? ആ പെണ്ണ് മരിച്ചിട്ട് 5 വർഷമായി. അത് പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. അയാളുടെ വാക്കുകൾ കേട്ട് ഞാൻ അറിഞ്ഞു. തല കറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ നീലിമ ആരാണ്? സിദ്ധാർത്ഥ് എന്തിനാണ് അസ്വസ്ഥനായത്? അച്ചുവിനെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്? അവനെ രക്ഷിക്കാൻ സിദ്ധാർത്ഥിന് കഴിയുമോ? സിദ്ധാർത്ഥിനെ ഓരോ വട്ടം കാണുമ്പോഴും അച്ചു എന്തിനാണ് ഡാഡി എന്ന് വിളിക്കുന്നത്? അവന്റെ അച്ഛൻ ശരിക്കും സിദ്ധാർത്ഥാണോ? ഹോട്ടലിലെ CCTV വിഷ്വൽസ് 5 വർഷം മുൻപ് നടന്ന പാർട്ടിയിൽ വെച്ച് ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലർത്തി ആരെങ്കിലും സിദ്ധാർത്ഥിനെ കുടുക്കിയതാണോ? ഈ
കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.